അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം നിക്കാഹ് സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയ നിവാരണമാണ് നാം നടത്തുന്നത്. നിക്കാഹിന്റെ സീഗയിൽ സവ്വജ്തുക എന്നുള്ള ഈജാബിന്റെ വചനവും അൻകഹ്തുക എന്ന ഈജാബിന്റെ ആ വചനവും രണ്ടും ചേർത്തുകൊണ്ട് പറയാൻ പാടുണ്ടോ? നിക്കാഹിന്റെ സീഗയിൽ സവ്വജ്തു എന്നോ അല്ലെങ്കിൽ അൻകഹ്തു എന്നോ മാത്രമേ പറയാൻ പാടുള്ളൂ, രണ്ടും ഒരുമിച്ച് പറയരുത് എന്ന് ചിലർ പറയുന്നതായി കേൾക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എന്ത് എന്നതാണ് നാം പ്രധാനമായും പരിശോധിക്കേണ്ട വിഷയം. ഫതാവൽ കുബ്രയിൽ അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ പൊതുവെ കേൾക്കപ്പെടാറുള്ളത്. പരിശോധിക്കാം. ഫതാവൽ കുബ്രയിൽ രണ്ട് സീഗയും പറയാൻ പാടില്ല എന്ന് ഇല്ല. ഫതാവൽ കുബ്രയിലൊക്കെ അങ്ങനെ അതിനെ എതിരായിട്ട് കാണുന്നുണ്ട് എന്നുള്ള സംശയം പൊതുവെ പറയപ്പെടാറുണ്ട്. ഉംദയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫൈദുൽ ഇലാഹ് പേജ് 226 സവ്വജ്തുക വ അൻകഹ്തുക എന്നിങ്ങനെ പറഞ്ഞാൽ നിക്കാഹ് സ്വഹീഹാണെന്ന് തന്നെ വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രണ്ടാലൊന്ന് എന്ന അർത്ഥത്തിൽ ഔ എന്ന് കാണുന്നത് കൊണ്ട് ഒരുമിച്ച് പാടില്ലെന്നറിയിക്കുന്ന മാനിഅത്തുൽ ജമ്മിന് അല്ല, മാനിഅത്തുൽ ജം ആണെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടുമില്ല. രണ്ട് വാക്കുകളും ഇല്ലാതായാൽ പറ്റില്ല എന്നറിയിക്കുന്ന മാനിഅത്തുൽ ഖുലുവിനുള്ളതാണ് എന്ന് ഫൈദുൽ ഇലാഹ് പേജ് 266 ഈ വിഷയം പ്രതിപാദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് നിക്കാഹിന്റെ ഈ ജാബിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്ന് രീതികൾ നമുക്ക് വിവരിക്കാം. ഒന്ന്, സീഗയിൽ സവ്വജ്തു എന്ന് മാത്രം പറയുക. രണ്ട്, സീഗയിൽ അൻകഹ്തു എന്ന് മാത്രം പറയുക. മൂന്ന്, സവ്വജ്തുക വ അൻകഹ്തുക ഒന്നിച്ചു പറയുക. ഈ മൂന്ന് രൂപവും സ്വഹീഹാണ്. ഫൈദുൽ ഇലാഹ് പേജ് 266 ഈ വിഷയം പ്രതിപാദിക്കുന്നു. ഇബാറത്ത് കാണാം.